മോളെ ശാലിനി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. ഞാൻ ഡ്യൂട്ടിയിലാണ്. ഞാനൊരു പ്രതിയുമായിട്ട് ആ കടപ്പുറത്ത് നിൽക്കുന്നു. കടലിന്റെ കാറ്റ് കേൾക്കാനില്ലെന്നാ. അതങ്ങനെ ഒരു ആവശ്യം വരുമ്പോ കടൽ പോലും എതിരാണ്. സത്യമാണ്. കടലിന്റെ കാറ്റ് കേൾക്കണോ നിനക്ക്? കേട്ടോ മോളെ? മോള് പേടിക്കണ്ട, എത്തും. പിന്നെ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. ആര് വന്ന? ആര്? ഭർത്താവ് വന്ന? അയ്യോ ഫോൺ വെയ്. മോശം സാറേ കാണിച്ച മോശം സാറേ, തെറ്റാണ് സാർ കാണിച്ചത്. സാറേ വല്ല ആളുടെ ഭാര്യമാരെ വിളിക്കാന്ന് വെച്ചാൽ മോശം സാറെ കാണിച്ചത്. സാർ കൊഞ്ചിപ്പോ ഞാൻ വിചാരിച്ച സ്വന്തം ഭാര്യയെ വിളിച്ചിരുന്നു. മോശം ഒന്നുമില്ലെങ്കിൽ സഹോദരിയായിട്ട് കണ്ടു സാറേ. സാർ ഒരു യൂണിഫോം ഇട്ട് ഉദ്യോഗസ്ഥനല്ലേ സാറേ? നീ ഏത് കേസുണ്ട് അകത്തായത്? നമ്മുടെ ആമസോണിൽ നിന്ന് മറ്റേ തവളയുടെ കോസ്റ്റ്യൂം എടുത്തിട്ട് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവില് തവളയുടെ വേഷം കെട്ടി. നീയാണ് എന്നെ ഉപദേശിക്കാൻ പറഞ്ഞത്? അല്ല സാറേ, ഞാൻ അങ്ങനല്ല. ഞാൻ പറഞ്ഞു സാറിന്റെ പേരെന്താ സാറേ? ആന്റപ്പനല്ല, ആന്റി കൊതിയൻ ഇടണം സാറേ. ആന്റി കൊതിയൻ സാറിനെ ഇടേണ്ടത്. നമുക്ക് പെണ്ണുങ്ങളൊന്നും വിഷയമല്ല സാറേ. നമുക്ക് പെണ്ണുങ്ങളൊന്നും ഒരു വിഷയമില്ല. പെണ്ണുങ്ങൾ അങ്ങനെ പറയരുത്. എടാ, ഓരോ ആണിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ എന്നെയും കൂടെ അല്ലേ എന്റെ ഭാര്യ നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെണ്ണ് എനിക്കൊരു വിഷയമല്ല സാറേ. വിഷയമല്ല അതിലോട്ട്. പിന്നെ വേറെ കാര്യം, എടാ, കേരള പോലീസിന്റെ ചരിത്രത്തില് പ്രഥമം വെക്കുന്ന പായസം. എന്തോ സാറേ എങ്ങനാ പോണ സാറേ? കേരള എന്തോ സംഭവം സാറേ? കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോടതിയിൽ കൊണ്ടുവരുന്ന പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന് കർമ്മത്തിന് കൊണ്ടുവന്നത്. അത് കണ്ടന്റ്, മറ്റത് സൈലന്റ് ആയി പോയ. നീ അല്ലേടാ പറഞ്ഞ ഇവിടെ കർമ്മം ചെയ്യ, ഇവിടെ ആരാ വരും വന്നോണ്ട് കർമ്മം ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞില്ലേ സാറേ? എന്റെ ചിറ്റപ്പന്റെ കർമ്മം ചെയ്യുന്ന സമയമില്ല. നിന്നെ പെട്ടെന്ന് കൊണ്ടും ജയിലിൽ അടയ്ക്കണം എനിക്ക്. ഇപ്പൊ വരും കർമ്മി വരേണ്ട. ആരും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല, ആരും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ഞാൻ അവിടെ കർമ്മം ചെയ്തപ്പോ എന്തോ കുഴപ്പമുണ്ടായെന്നാ പറയുന്നത്. ബലിയിട്ട് തന്നിട്ട് ഞാൻ പോകുന്നതല്ലേ. ബലിച്ചോറ് പ്രാവ് തിന്നുന്ന എന്റെ ദൈവം, ബലിച്ചോറ് പ്രാവിനല്ല കൊടുക്കേണ്ടത്, കാക്കല്ലേ. ഈ കാക്ക ഇല്ലെങ്കിൽ എന്നോട് പറയണായിരുന്നു. കാക്കയെ ഞാൻ വാടകയ്ക്ക് തരുമായിരുന്നു. ഡെയിലി 30 രൂപ വെച്ച് എത്ര കാക്ക എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാമോ? കാക്കയെ ഞാൻ തരത്തില്ലായിരുന്നു. ബലിച്ചോറ് ലവ് ബേർഡ്സിന് കൊടുത്തോട്ടത്. ഒരു കാര്യം ചെയ്യും, അച്ഛന്റെ ചിതാഭസ്മം അവിടെ ഇരിപ്പുണ്ടാ, അതെടുത്തോണ്ട് ഫിഷ് ടാങ്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ കടപ്പുറത്തോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട. ഓരോരുത്തന്മാര് വിളിക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞ കർമ്മി എന്നെ അത്? ഇത് കർമ്മിയാണെന്ന് വെച്ചാൽ വിജയുടെ സിനിമയിലെ വില്ലനെ പോലെ ഇരിക്കുന്നു. ഇത് ആരാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്നാ ഭർത്താവിനോട് പറഞ്ഞത്? അല്ല, എന്നെ കണ്ട അറിഞ്ഞൂടെ ഞാനൊരു കർമ്മിയാണെന്ന്. കർമ്മിയാണല്ലേ? നമസ്കാരം. ആരാ? ഹരിചന്ദ്രൻ. കയ്യേലെ വള കണ്ടപ്പോഴേ മനസ്സിലായി ഹരിചന്ദ്രനാണ്. അല്ല, എന്നാ ഇവിടെ എന്താണ് സംഭവം? അല്ല, മെമ്പർ ഷാജി പറഞ്ഞേച്ച് വരുമായിരുന്നു കർമ്മം നടത്താനേ. ചിറ്റപ്പന്റെ മെമ്പർ ഷാജി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മം നടത്തി ഒഴുക്കാനായിട്ടുള്ള. ആരാ മരിച്ചതാരാണ്? ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ. ചിറ്റപ്പന്റെ പേര് ചെല്ലപ്പൻ. അതെ. അപ്പൊ ചിറ്റപ്പൻ ചെല്ലപ്പൻ മരിച്ചു അല്ലേ? അപ്പൊ ചെല്ലപ്പൻ നാമദേവസ്യ. ചെല്ലപ്പൻ ഞാൻ പറഞ്ഞില്ലേ, ചെല്ലപ്പൻ. അല്ല, ചെല്ലപ്പൻ നാമദേവ അതൊരു ചൊല്ലാണ്. അപ്പൊ ഈ ചെല്ലപ്പൻ നക്ഷത്രം എന്താണ്? നക്ഷത്രം ചോതി രോഹിണി. ഏതാണ്? ഞാനാണ് പറയേണ്ടത്? അല്ലല്ല, ഞാനാണ് പറയേണ്ടത്. അതല്ല, നക്ഷത്രം ഏതാണെന്ന് പറയാം. ഏതോ ഒരു കോട്ടയാണ്, പുലേന കോട്ട, അങ്ങനെ കിഴക്കേ കോട്ട. അല്ലേ? അതെ അതെ. ഞാൻ എങ്ങനെയാ മരിച്ചേ? പിയാൻ മരിക്കല്ലോ, കേടാവേലേ ചെയ്യേണ്ടത്. പിയാനോ പിയാനോടെ കാര്യമാണോ ഞാൻ ചോദിച്ചത്? പിയാൻ ഈ ആൾ എങ്ങനെയാ മരിച്ചെന്നുള്ളത്. എനിക്ക് തലയ്ക്കെന്തോ ചിറ്റപ്പ മരിച്ചത് വിഷമം ഉണ്ടാവും. കാരണം എടുത്തു പറയാൻ ആകെ ഒരു ചിറ്റപ്പനെ ഉള്ളായിരുന്നു. കങ്കാരു കടിച്ചാണ് മരിച്ചത് ചിറ്റപ്പ. കങ്കാരു കടിച്ചാണ് എന്റെ ചിറ്റപ്പൻ മരിച്ചത്. കങ്കാരു കടിച്ചു. കങ്കാരു അങ്ങനെ കടിച്ചു? ബേബിച്ചൻ മുതലാളിയുടെ വീട്ടിൽ പണിക്കൊക്കെയായിരുന്നു ചിറ്റപ്പനെ. അപ്പൊ ഒരു ആവശ്യമില്ല. അപ്പൊ ബേബിച്ചൻ മുതലാളി ഓസ്ട്രേലിയക്ക് പോയായിരുന്നേ. അപ്പൊ മുതലാളിയുടെ കൂടെ വെറുതെ കയറിപ്പോയി. അവിടെ ഇവിടെ നിൽക്കുമ്പം ചിറ്റപ്പന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കങ്കാരുവിന്റെ കണക്ക് ഒരു ഡെമ്മിയൊക്കെ വെച്ചിട്ടല്ലേ അതിനകത്ത് അതുപോലെ ഇതുപോലെ ഇരിക്കണം, അതിനകത്തല്ലേ വേസ്റ്റ് കൊണ്ടിടാം. അതേപോലെ അവിടെ വേസ്റ്റ് കൊണ്ടിടാതെ അവിടെ ഒറിജിനൽ കങ്കാരു അല്ലേ? ശരിയല്ല. ഈ സഞ്ചി ഇരുന്ന കൊച്ചിനെ എടുത്ത് മാറ്റിയിട്ട് വേസ്റ്റ് ഇട്ട് കൊടുത്തു.